രണ്ടാളുകൾ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തു എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മളുടെ ഉള്ളിലെ രക്തമൊക്കെ ഇങ്ങനെ തളച്ചു വരും. നമ്മൾ ധാർമ്മിക രോഷം കൊള്ളും. എന്ത് കാര്യത്തിന്? രണ്ട് മനുഷ്യന്മാർക്ക് തമ്മിൽ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കണ്ടാൽ അവർ പിന്നെ എന്താ ചെയ്യേണ്ടത്? നാട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ പേടിച്ചിട്ട് അവരെങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണോ? എന്നിട്ട് ആ ജീവിതത്തിൽ എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ട് രണ്ട് മനുഷ്യന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി പഴിചാരി ശപിച്ച് ആകെ നശിച്ച് നാറാണക്കല്ല് എടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ചാടിക്കേറി ഡിവോഴ്സ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയുമില്ലാത്ത സമയത്ത് പോലും നമ്മൾ ആണിനോടോ പെണ്ണിനോടോ പറയുന്നത് എന്താണ്? ജീവിതം ഇങ്ങനെയൊക്കെയാണ്, രണ്ട് മനുഷ്യന്മാർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ അതൊക്കെ സഹിച്ച് നിൽക്കണമെന്ന്. അങ്ങനെ സഹിക്കാവുന്നതിന്റെ പരിധിയൊക്കെ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒരുമിച്ച് ജീവിക്കാനുള്ള എല്ലാ സാധ്യതയും നോക്കിയതിനു ശേഷമാണല്ലോ ഇവർ ഈ പിരിയലിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ആ റൈറ്റ് മൊമെന്റിൽ തന്നെ ഏറ്റവും മാന്യമായിട്ട് മനോഹരമായിട്ട് രണ്ട് മനുഷ്യന്മാർ തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതകാലം അവർക്ക് സന്തോഷത്തോടു കൂടി വേറൊന്നും ചിന്തിക്കാതെ ജീവിക്കാൻ പറ്റും. നേരെ മറിച്ച് വീണ്ടും ഇങ്ങനെ അത് വലിച്ചഴച്ച് കൊണ്ടുപോയി ആ ജീവിതത്തിൽ എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു ഘട്ടത്തിൽ ഇവർ തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞാലും രണ്ട് മനുഷ്യന്മാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ വല്ലാത്തൊരു വെറുപ്പായിരിക്കും. ആ വെറുപ്പ് താങ്ങിക്കൊണ്ടായിരിക്കും പിന്നീടുള്ള അവരുടെ ജീവിതം ഉണ്ടാവുക. പിന്നീട് മറ്റൊരാളുമായിട്ടുള്ള ജീവിതം തുടങ്ങിക്കഴിഞ്ഞാലും മുൻ കഴിഞ്ഞു പോയ ജീവിതത്തിന്റെ ഒരു ട്രോമ അവരെങ്ങനെ ഹേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് അവരെ വേട്ടയാടി